ജീവിതത്തിന്റെ തുടക്കമാണ്. അതീ ജീവിതത്തിന്റെ തുടക്കം ഇങ്ങനെയാണ്. ആ ജീവിതത്തിന്റെ തുടക്കമാണ് പറയുക. അല്ലാഹു പറയുമ്പോ 4 മലായികത്തുകൾ പ്രകാശം കാണുന്ന ഭാഗത്തെത്തുമ്പോ അവിടെയാണ് റൗളത്തുൻ നബിയിൽ മുസ്തഫ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ ചാരത്ത് അവിടെ ചെല്ലുമ്പോ മീകായിൽ പറയും, മീകായിലേ നിങ്ങൾ വിളിക്കുക. മീകായിൽ പറയും, ഇല്ല ഇല്ല അസ്രായീലേ നിങ്ങൾ വിളിക്കുക. അവസാനം നിങ്ങളല്ലേ നബിയെ കണ്ടത്? അല്ല അല്ല അസ്രായീലേ. അവസാനം എല്ലാ മലക്കുകളും കൂടി പറയും, ഇല്ല ഇല്ല ഹബീബായ നബിയെ വിളിക്കാൻ അർഹതയുള്ളതാർക്കാ? ജിബ്രീലേ അവിടേക്കല്ലയോ. 23 വർഷ കാലഘട്ടത്തിന്റെ ഉള്ളിൽ 24,000 പ്രാവശ്യം വന്ന് സന്ദർശിച്ചിട്ട് പോയ 23 വർഷത്തെ കാലയളവിന്റെ ഉള്ളിൽ 23,000 പ്രാവശ്യം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് മക്കയിലും മദീനത്തും വന്ന് കടന്നുപോയി. ഈ മണിനാഥത്തിന്റെ ഉടമസ്ഥനെ റൂഹുൽ അമീൻ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുമത്രേ, കുംബീദിനില്ല കുംബീദിനില്ല കുംബീദിനില്ല. ഓ സമയത്ത് റൗളയുടെ ചാരത്ത് നിന്നിട്ട് റിസാലത്തിന്റെ വലത്തെ കൈകൾ കൊണ്ട് തലമുടിയിലെ മണ്ണ് ചവിട്ടി തട്ടി മാറ്റിക്കൊണ്ട് അവിടെ നിന്ന് ചാടി എഴുന്നേക്കും. ആരെന്നറിയുമോ? മദീനയുടെ നായകനെ, ആത്മീയതയുടെ പരിമളമേ, ആദർശത്തിന്റെ പ്രോജ്വല താരകമേ, ഫഹ്മീ വസ്ലീ വാഹിദു യദി ഇൻഷാ അല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂൽ ചാടി എഴുന്നേൽക്കലായി. ഹബീബായ നബി തങ്ങൾ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഒരു ദിവസം പറഞ്ഞ, അനസേ, പ്രിയപ്പെട്ട സഹാബി അനസിനോട്, അനസേ റളിയല്ലാഹു തആല അൻഹു, ആദ്യം മഹ്ശറിലേക്ക് എഴുന്നേറ്റത് ഞാനാണ്. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ എനിക്കറിയില്ല, ഫൈദാ ഹിയ ബിമൂസാ, അതാ അർശിന്റെ താഴെ നിൽക്കുന്നു ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. എനിക്ക് മുമ്പെയാണോ വന്നത്, അതല്ല എനിക്ക് ശേഷമാണോ വന്നതെന്ന് ഈ മൂസ വന്നത് എപ്പോഴെന്ന് എനിക്കറിയില്ല. ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോ അതാ അർശിന്റെ ചുവട്ടിലുണ്ട് കലീമുല്ലാഹി മൂസ. മനസ്സിലാക്കണം, മനസ്സിലാക്കണം. ഹബീബായ നബി തങ്ങൾ എഴുന്നേറ്റ് മഹ്ശറയിലേക്ക്. സുഹൃത്തുക്കളെ, വരുന്നുണ്ട് ദിവസം മഹ്ശറ, അകത്തുള്ളതെല്ലാം അന്ന് തള്ളും അക്ബറ. ആ സമയത്താണ് ഖബറിൽ കിടക്കുന്ന നമ്മളെല്ലാം ഖബറിൽ നിന്ന് ചാടി എഴുന്നേൽക്കുക. ആ സമയത്താണ് പുതിയ ജീവിതം തുടങ്ങുക. അള്ളാഹു നല്ല ജീവിതം തുടങ്ങാൻ തൗഫീഖ് നൽകട്ടെ. ഉറക്കെ വിഷയത്തിന്റെ വൈപുല്യത കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവുക. അള്ളാഹു നന്നായിട്ട് കിടന്നെടുത്ത് എഴുന്നേക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മോനെ, ഖുർആനാണ്. അപ്പൊ നമ്മളൊക്കെ എവിടെയുണ്ട്? ഖബറിന്റെ ഉള്ളിലുണ്ട്. അവിടെ ശരീരമൊക്കെ ജീർണിച്ച് മാംസം എല്ലാം കൂടെ അലിഞ്ഞ് ആ മണ്ണിൽ അലിഞ്ഞ് കിടക്കും. അപ്പോ കബീർ മൊയ്ലിയാർ ആരാ? ഒരു പിടി മണ്ണ്. അപ്പൊ ഈ കബീർ മൊയ്ലിയാർ ആരാ? കണിയാപുരത്തുകാർ നന്നായിട്ട് പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഈ പ്രഭാഷണ കലയില് കിരീടം വെക്കാത്ത രാജാവ് എന്നൊക്കെ നിങ്ങൾ വെറുതെ പച്ചക്കള്ള എഴുതി വെച്ചിരിക്കുന്ന ഈ ചുമ്മാ എന്നെ രസിപ്പിക്കാൻ വേണ്ടി പറയണല്ലേ. അഹമ്മദ് കബീർ മൊയ്ലിയാർ, നൗഷാദ് ബാക്കവിയൊക്കെ ആരാ? അവരൊക്കെ വെറും കൊള്ളില്ല. കബീർ മുസ്ലിയാരും കൊള്ളൂല, നൗഷാദ് ബാക്കവിയും കൊള്ളൂല വഅദിന്റെ കാര്യത്തിൽ. കാരണം എന്താ? പ്രഭാഷണ കലയിലെ കിരീടം വെക്കാത്ത രാജാവുണ്ടായിരുന്നു. ഞാൻ കാസർഗോഡ് പ്രസംഗിക്കാൻ പോയപ്പോ ആ മഹല്ലുകാരനോട് പറഞ്ഞു, തഴവ ഉസ്താദ് തുടർച്ചയായിട്ട് 22 വർഷം ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. തഴവ ഉസ്താദ് 22 വർഷം തുടർച്ചയായിട്ട് ആ മഹല്ല് പ്രസംഗിച്ചിട്ടുണ്ട്. അഹമ്മദ് കബീർ വാക്കവി, നൗഷാദ് വാക്കി ഇന്ന് വിളിക്കും, നാളെ വിളിക്കും, 3 പ്രാവശ്യം വിളിക്കും, 4ാമത്തെ പ്രാവശ്യം വേണ്ടടെ കേട്ടത് തന്നെ ഇതിനടുത്തത് വിളിക്കും. ഇതൊന്നും ഒന്നുമല്ല മനുഷ്യന്മാരെ. ഇതിപ്പോ എന്തോ അള്ളാഹുടെ ഒരു തൗഫീഖ് കൊണ്ട് നാക്കുകൊണ്ട് അങ്ങനെ പോയതാ. ഞാൻ പലപ്പോഴും ആളുകൾ എന്നോട് കാണിക്കുന്ന വല്ലാത്തൊരു സ്നേഹം കാണുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, പടച്ചോനെ ഞാൻ എത്ര ചെറുതാണ്. ഞാൻ മലപ്പുറത്ത് പോയത് പറയുമ്പോൾ ഒരു ചെറുപ്പക്കാർ ഭയങ്കര തിരക്കാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉസ്താദന്മാർക്കറിയാം. ഒരു 50,000 പേരില്ലാത്ത സദസ്സൊന്നും 2 പേരെ സദസ്സിലില്ല. അപ്പൊ അവിടെ ഞാൻ ഭയങ്കര തിരക്ക്. ഒരു ചെറുപ്പക്കാരൻ, നല്ല ഡ്രസ്സ് ചെയ്തൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്ന് ഇങ്ങനെ നിന്നു കുറേ നേരം. ഞാൻ അവസാനം ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും മുസാഫഹത്ത് ചെയ്യുന്ന തിരക്ക്.
ഞാൻ അവനോട് ചോദിച്ചു, മോനെ നല്ല സുമുഖനായ ചെറുപ്പക്കാരൻ. ഞാൻ ചോദിച്ചു, മോനെ എന്താ? അവനോട് ഉസ്താദെ ഞാൻ ഉസ്താദിനെ ഒന്ന് തൊട്ടോട്ടെ. ആ കുട്ടി, ഞാൻ ആ സമയത്ത് വല്ലാഹി ഞാൻ പറയാം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. ഞാൻ ചോദിച്ചത് അഹമ്മദ് കബീർ നീ ഇത്രയൊക്കെ ആയിട്ടുണ്ട്? അവനവൻ ചെറുതാണെന്ന് തോന്നുന്ന രീതിയിൽ ഈ സമുദായം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി. അതിൻ്റെ പേര് ഒരു ഇഞ്ച് പോലും മുകളിലോട്ട് കയറിയിട്ടൊന്നുമില്ല. ആളുകൾക്കൊന്നും ഇവിടെ ഒന്നും ഡേറ്റ് കൊടുക്കാത്തതുകൊണ്ട് വലിയ അഹങ്കാരമാണ്, സമയം കിട്ടാഞ്ഞിട്ട്. അതിൻ്റെ പേര് ഒരു പുൽക്കൊടിയുടെ പോലും മുകളിലോട്ട് കയറിയിട്ടില്ല. അതിൻ്റെ പേര് വല്ലാഹി പടച്ച തമ്പുരാനെ തന്നെ താന്നിട്ടുള്ളൂ. അപ്പം ചിന്തിക്കും, പടച്ചോനെ എടാ നിനക്ക് ഇത്രയൊക്കെ എനിക്ക് അർഹതയുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ എല്ലാവരും സ്തുതിക്കുമ്പോൾ അബൂബക്കർ ഖാൻ പടച്ചവനെ എല്ലാവരും എന്നെ വലിയ മഹാനായിട്ട് കാണുകയാണ്. അല്ലാഹു മഗ്ഫിർലി മാ ലാ യഅലമൂൻ. പടച്ചവനെ അവരറിയാത്ത തെറ്റെനിക്കുണ്ട്, നീ അതെനിക്ക് പുറത്തു താ അല്ലാഹുവേ എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല ദുആ ചെയ്തു. വജഅലി ഖൈറൻ മിമ്മാ യദുന്നൂൻ. അവരെന്നെ ആദരിക്കുന്നതിനേക്കാളേറെ നിന്റെ മുമ്പിൽ എന്നെ ആദരിക്കണേ അല്ലാഹുവേ എന്ന് ദുആ ചെയ്യുമായിരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. 22 വർഷം മുടങ്ങാതെ വാദു പറഞ്ഞ മനുഷ്യൻ. ആ മനുഷ്യൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണെങ്കിലും അവൻ അന്ന് ഖബറിന്റെ ഉള്ളിൽ ഒരു പിടി മണ്ണാണ്. എത്ര സൗന്ദര്യമുള്ളവൾ, എത്ര കറുത്തവളും വെളുത്തവളും ഒക്കെ മണ്ണിന്റെ അടിയിൽ പോയ ഒരു പിടി. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മഴ പെയ്തു. ആ മഴവെള്ളം വന്ന് ഈ നമ്മുടെ ശരീരം ഇപ്പൊ ഞാൻ വിളിച്ച് ലേലം ചെയ്ത് കൊടുക്കും. അതവിടെ ഇപ്പൊ ഞാൻ ലേലം ചെയ്ത് കൊടുക്കും. കുട്ടികളെ പറയാൻ പറ്റില്ല. ആ സമയത്ത് ഒരു പിടി മണ്ണായി കിടക്കുന്ന മനുഷ്യന്റെ ഖബറിലേക്ക് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മഴ പെയ്തു. ആ മഴത്തുള്ളി വന്ന് കണിയാപുരം പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന, അല്ലെങ്കിൽ പെരുമാതുറയിലോ കഴക്കൂറ്റത്തോ ഉള്ള മണക്കാടോ എവിടെയെങ്കിലുമുള്ള നെടുമങ്ങാടുള്ള എത്രയോ എന്റെ ചെറുപ്പക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ പള്ളിക്കുള്ളിൽ കിടക്കുന്ന മണ്ണായി ജനിച്ച നമ്മുടെ ഈ ശരീരത്തിലേക്ക് ആ വെള്ളത്തുള്ളി വന്ന് വീഴുമ്പോ ഫൈദാഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ. പൊന്നുമോനെ, ആ സമയത്താണ് പടച്ചറപ്പിന്റെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുക. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ വെള്ളത്തുള്ളി വന്ന് അലിഞ്ഞു നേർന്ന മാസം ഉരുണ്ട് കിടക്കുന്ന കളിമണ്ണിലോട്ട് വീഴുമ്പോഴാ പെങ്ങളെ എന്താ സംഭവിക്കുക? ഫൈദാഹും മിനൽ അജ്ദാഫി ഇലാ റബ്ബിഹിം യൻസിലൂൻ. ആകാശത്തിന്റെ തമ്പുരാന്റെ, ഭൂമിയുടെ തമ്പുരാന്റെ മുമ്പിലേക്ക് എഴുന്നേൽക്കുകയാണ്. എങ്ങനെയാണ് എഴുന്നേൽക്കുക? അവനവന്റെ ശരീരത്തിലെ മണ്ണുകൾ തട്ടിമാറ്റിക്കൊണ്ട് എങ്ങനെയാണ് അവൻ ജീവിച്ചിരുന്നത്, അതേ രൂപത്തോട് ഭാവത്തോട് അവൻ ഖബറിലേക്ക് എഴുന്നേൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. എങ്ങനെയാ എഴുന്നേൽക്കുന്നത്? എങ്ങനെയാ? സത്യവിശ്വാസികളാണെങ്കിൽ, അല്ലാഹുവിനെ അനുസരിച്ച് ജീവിച്ചവരാണെങ്കിൽ, പടച്ചറപ്പിനെ ഭയന്ന് ജീവിച്ചവരാണെങ്കിൽ അവനവന്റെ കുടിമാടത്തിൽ എഴുന്നേൽക്കുമ്പോൾ അവൻ വിളിച്ചു പറയും, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അവനവന്റെ ഖബറിൽ എഴുന്നേൽക്കുമ്പോ അവൻ എഴുന്നേൽക്കുന്നത് അൽഹംദുലില്ലാഹ്. ഞാൻ പറഞ്ഞതല്ല, യൗമ യദ്ഉകും ഫതസ്തജീബൂന ബിഹംദിഹി വതദുന്നൂന ഇല്ലബിസ്തും ഇല്ലാ ഖലീലാ. യൗമ യദ്ഉകും വതസ്തജീബൂന ബിഹംദിഹി. അവനവന്റെ ഖബറിൽ എഴുന്നേൽക്കുമ്പോൾ ഹംദ് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പടച്ചവനെ, ഭൂമിയിൽ ഞങ്ങൾ ചെയ്തത് പാടായി പോയില്ലല്ലോ അല്ലാഹുവേ, ഈ ഭൂമിയിൽ അനുഭവിച്ചത് പാടായില്ലല്ലോ. എന്റെ മുമ്പിലാണ് സ്വർഗം നിൽക്കുന്നത്, എന്റെ മുമ്പിലാണ് ഹൂറുകൾ നിൽക്കുന്നത്. മഹിശറയിൽ എഴുന്നേൽക്കുമ്പോ സ്വർഗം കണ്ണുകൊണ്ട് കാണുമ്പോ ഓരോ സത്യവിശ്വാസിയും വിളിച്ചു പറയുന്നത് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുത്തഖീങ്ങൾ എഴുന്നേൽക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു അങ്ങനെ പറഞ്ഞെഴുന്നേൽക്കാൻ തൗഫീഖ് നൽകട്ടെ. അവനവന്റെ ആരാ മോനെ മുത്തഖി, ആരാ വലിയവനാരാ? അഹമ്മദ് കബീർ വലിയവനാകേണ്ടത് എപ്പോഴെന്ന് പറയാം, അപ്പോഴാണ് അവനവന്റെ കുഴിമാടത്തിൽ എഴുന്നേൽക്കുമ്പോ ആഖിറത്ത്
ജമാഅത്തിലേക്ക് എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവേ നിനക്ക്. എന്റെ ഒന്നും പാടായില്ല അല്ലാഹുവേ. ഞാൻ പറഞ്ഞ പ്രസംഗം, ഞാൻ പഠിച്ച ഖുർആൻ, ഞാൻ ചെയ്ത സദഖ, ഞാൻ കേട്ട വാഴ് ഒന്നും എനിക്ക് പാടായില്ല അല്ലാഹുവേ. ഈ 2.5 മണിക്കൂർ ഇവിടെ ഇരുന്നത് പാടായിട്ടില്ല. സ്വർഗത്തെ മുമ്പിൽ കാണുമ്പോ, ഇവിടെ ചെയ്ത നന്മയ്ക്ക് വേണ്ടി പടച്ചുറപ്പൊരുക്കി വെച്ച അനുഗ്രഹം കാണുമ്പോ ഒരാൾക്ക് പറയാൻ കഴിയണം, അവനവന്റെ കുഴിമാടത്തിൽ എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിഞ്ഞവളാണ് മുത്തക്കി. അള്ളാഹു നമ്മൾ അതിൽ പെടുത്തട്ടെ. അള്ളാഹു വെച്ചിട്ടില്ല. അള്ളാഹുവേ, നീ ഞങ്ങളെ അതിൽ പെടുത്തണേ തമ്പുരാൻ. പടച്ചവനെ, അതിനുള്ള ഒരു യോഗ്യത ഞങ്ങൾക്ക് ഈ ദുനിയാവിലില്ല അള്ളാഹുവേ. ഞങ്ങൾ സാധുക്കളാണ് തമ്പുരാനെ, ഞങ്ങൾ പാവങ്ങളാണ് അള്ളാഹുവേ. പടച്ചവനെ, ആരുടെ മണ്ണിൽ മലന്ന് കിടന്ന അവസാനം നിന്റെ മുമ്പിലേക്ക് ഞങ്ങളെ ഹാജരാക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഉറക്കെ പറഞ്ഞെഴുന്നേറ്റ് നിൽക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് നൽകണേ തമ്പുരാൻ. അതല്ല, അവൻ ദുർമാർഗിയാണെങ്കിൽ, അവനെ നാട്ടിൽ തമ്മാടിയെ പോലെ ജീവിച്ചവനാണെങ്കിൽ, അവളെ ഹറാമ് ചെയ്തവളാണെങ്കിൽ, അവളെ ചീട്ട് കളിച്ചവളാണെങ്കിൽ, അവളെ പലിശ മേടിച്ചവനാണെങ്കിൽ, അവൻ മദ്യപാനിയാണെങ്കിൽ, കാലോ യാ വൈലനാ മംബഅസനാ മിൻ മർകദിനാ അദാ മാ വഅദ റഹ്മാനു വസദകൽ മുർസലൂൻ. ഞങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ, ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത്, ആരാണ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പരിഭ്രാന്തിയോട് അവരവരുടെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കുഴിമാടത്തിൽ നിന്ന് തെമ്മാടികൾ ചാടി എഴുന്നേൽക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ സദസ്സ് മാത്രം മതി എനിക്ക്. സൂചിയിട്ടാൽ കേൾക്കുന്ന നിശ. ഇങ്ങനെ ഒരു സദസ്സ് എനിക്ക് തോന്നുന്നു മലപ്പുറം ഭാഗത്തൊക്കെ കിട്ടും. ഏതായാലും ഈ സദസ്സിന്റെ സംഘാടകർ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾ ഈ സദസ്സിനോട് എനിക്ക് തോന്നുന്നു ദുആയ്ക്ക് ഇജാബത്തുള്ളൊരു സദസ്സാണ്. അള്ളാഹുവിനെ അന്നാക്കി തരട്ടെ. കാരണം അങ്ങനെ സൂചിയിട്ടാൽ കേൾക്കുന്ന ഒരു നിശബ്ദതയും ഒരു വഅ്ലിന്റെ സദസ്സ്, ഒരു ഗാനമേളയല്ല, ഇതൊരു ആസ്വാദനത്തിന്റെ ഒന്നുമല്ല, ഇത് റൊമാൻറ്റിക് ഭാവനയല്ല, ഇതൊരു വിഷ്വലൈസ്ഡായി കാണാൻ പറ്റുന്ന ഒരു പിക്ചറൈസേഷൻ ഇല്ല ഇതിന് ചിത്രീകരണമില്ല. ഇതൊരു മനുഷ്യന്റെ വാക്കാണ്. അത് കേൾക്കാൻ പ്രായഭേദമെന്നെ ഇത്രയും വലിയൊരു സദസ്സുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കും, ഉറപ്പാണ്. അള്ളാഹുനാക്കി തരട്ടെ. അള്ളാഹുനാക്കി തരട്ടെ. അള്ളാഹു നല്ല മുത്തക്കീങ്ങളായി. ഞാൻ കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്ത് ഇത്രയും അച്ചടക്കമുള്ള ഒരു സദസ്സിൽ ഭാഗത്ത്. അത് ഈ മണ്ണിന്റെ പൈതൃകം അള്ളാഹു നിലനിർത്തി തരട്ടെ. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും. അപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് പറയുക, വളരെ പെട്ടെന്ന് എഴുന്നേറ്റു. ജീവിതത്തിന്റെ തുടക്കമാണ്. എഴുന്നേറ്റു. അപ്പോഴാണ് അർറഹ്മാനു അലൽ അർശി ഇസ്തവാ ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ വമാ ബൈനഹുമാ വമാ തഹത സറാ. അഖിലലോക ബ്രഹ്മാണ്ഡ കടാഹത്തമിടുവനെ മടക്കി ഭരിച്ച അർശിന്റെ തമ്പുരാൻ വിളിക്കുന്നത്, യാ ഇബാദി യാ ഇബാദി യാ ഇബാദി, എന്റെ അടിമകളെ ഇവിടേക്ക് വാ. എവിടെയാണോ എഴുന്നേറ്റ് നിന്നത് അവിടെയാണ് സൂര്യൻ ഒരു ചാൺ മുകളിൽ ഒളിച്ചു നിൽക്കുന്നത്. സൂര്യൻ എത്ര മുകളിൽ? എത്ര എത്ര എത്ര? ഒരു ചാൺ മുകളിൽ സൂര്യൻ. ആര് പറഞ്ഞു ഒരു ചാണുണ്ട്? ആര്? നമ്മൾ കേട്ട് പഠിച്ചതിനെ ഞാൻ തിരുത്തുകയാണ്. ഒരു ചാൺ. ആദരവായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് പറഞ്ഞു, അനസേ അനസേ അനസേ, നാളെ പരലോകത്ത് സൂര്യൻ ഒരു മൈല് മുകളിലാണ് ഒളിച്ചു നിൽക്കുന്നതെന്ന്. ഒരു മൈല് മുകളിൽ, നിങ്ങളുടെ തലയുടെ ഒരു മൈല് മുകളിലാണ് സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എത്ര? ഒരു മീല് മുകളിൽ. ഒരു മീൽ എന്ന് പറഞ്ഞാൽ എത്രയാ? പറഞ്ഞാൾ പോയ ഒരു മൈൽ എത്രയാ? 1.6. അപ്പൊ ഒരു ചാൺ മുകളിൽ നിൽക്കുന്നത് ബാക്കവി ഏതായാലും ഒരു 1.5 കിലോമീറ്റർ മുകളിലാക്കി തന്നില്ല. ഇപ്പൊ ബാക്കവി അല്ലാതെ ഇപ്പൊ ആരാ ചെയ്ത് തരിക?
ഇത്രയും നാളെ നിങ്ങൾ എല്ലാവരും പേടിപ്പിച്ച് നൂരിച്ചാൻ മുകളിൽ നിന്നല്ലേ? ഞാൻ സഹിഹായ ഹദീസാണ്. ഒരു മീൽ മുകളിൽ ഒരു ഇത്തിരി ആശ്വാസം കിട്ടില്ല പരലോകത്ത്? ഇല്ലേ? കിട്ടിയില്ലേ? എന്താ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച ബ്ലോക്ക് ഇരിക്കണമാതിരി കിട്ടിയില്ലേ? താൽക്കാലികമാണ്. പറയുകയാണ് അറബി ഭാഷയിൽ മീലെന്ന് പറഞ്ഞാൽ അത് സുറുമക്കുപ്പിയിലിടുന്ന കോലിനാണ് മീലെന്ന് പറയുക. ഒരു ചാണ് പോലുമില്ല, സുറുമക്കുപ്പിയിലെ കോലിന് മാത്രം ഉയരത്തിലാണ്, ഒരു ചൂണ്ട് വിരലിന്റെ വലിപ്പം പോലും ഇല്ലാത്ത മീലെന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്റർ എന്നല്ല, സുറുമക്കുപ്പിയിലിടുന്ന കോലിനാണ് മീലെന്ന് പറയുക. ഒരു ചാൺ പോലുമില്ല, ഒരു സുറുമക്കുപ്പിയുടെ കോലിന്റെ വലിപ്പത്തിൽ ഒരു ചൂണ്ട് വിരലിന്റെ പോലും മുകളിലല്ല. സൂര്യനും നിന്റെ ശിരസും തമ്മിലുള്ള അകലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടെയാണ് മുത്തക്കിയാവേണ്ടത്. ഒരു വിരലിന്റെ വലിപ്പം പോലും ഇടയില്ലാതെ ഈ കത്തിച്ചൊലിക്കുന്ന സൂര്യതാപത്തിന്റെ നിഴലിലേക്കാ പേഴ്മാടത്തിൽ നിന്ന് നീ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ സമയത്ത് നിന്റെ ശരീരം മുഴുവനും ഒഴിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചൂടുള്ള നാളുണ്ട് കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ തന്നതെന്തൊരു നാളാ. വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊരുക്കുന്നതാണേ ഈള. വന്തോഷ വണ്ടിയുമായി വരുന്നേ കാള, ക്ഷീണത്തിനാലൊരുക്കുന്നതാണേ ഈള. നരയ്ക്കുന്നു കുട്ടികൾ തന്നതെന്തൊരു നാളാ, ബലമില്ലവർ ബലമുള്ളവർ സുബ്ഹാന റബ്ബി പാള. നരയ്ക്കുന്നു കുട്ടികൾ തന്നതെന്തൊരു നാളാ. വന്തോഷ വണ്ടിയും മരിച്ചുകൊണ്ട് ഈള ഒലിപ്പിക്കുന്ന കാളക്കുട്ടിയെ പോലെ പടച്ചറപ്പിന്റെ മുമ്പിൽ വരുമ്പോ എന്തേ ചിന്തിക്കുന്നില്ല? ഈ ദുനിയാവിന്റെ മാസ്മരികതയിൽ മലന്ന് കിടക്കുമ്പോ എന്തേ മനസ്സിൽ വരുന്നില്ല? ഒരു വിരലിന്റെ വലിപ്പത്തിന് ഇടയിൽ നിൽക്കുന്ന സൂര്യതാപത്തിന്റെ കീഴിലേക്ക് ഈളയും ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വലത് ഭാഗത്ത് നിന്ന് അർശിന്റെ തമ്പുരാന്റെ ആശ്വാസത്തിന്റെ വിളി. യാ ഇബാദി യാ ഇബാദി യാ ഇബാദി, എന്റെ അടിമകളെ ഇവിടേക്ക് വാ. നിങ്ങൾക്ക് ഈ സൂര്യന്റെ ചൂടനുഭവിക്കണ്ട, ഈ ചെമ്പിന്റെ തറയിൽ നിങ്ങൾ ചവിട്ടണ്ട. ഇതാ എന്റെ അറശിന്റെ തണലിലേക്ക്, എന്റെ അറശിന്റെ തണലിലേക്ക് നിങ്ങൾ വന്നുകൊള്ളുക, എന്റെ അറശിന്റെ തണലിലേക്ക് വന്നുകൊള്ളുക എന്ന് പടച്ചറപ്പ് വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ല. യൗമയിദിൻ യത്തബിഊന ദാഇയ ലാ ഇബദല വഖസഅത്തിൽ അസ്വാതു ലിർറഹ്മാനി ഫലാ തസ്മഉ ഇല്ലാ ഹംസാ. അതാ പടച്ചറപ്പിന്റെ വിളി വരുന്നു. സൂറത്തുൽ കാഫാണ്. തൊട്ടടുത്ത സ്ഥലത്ത് നിന്ന് വിളി വരികയാണ്, എന്റെ അടിമകളെ ഇവിടേക്ക് വരിക. ആ സമയത്ത് അല്ലാഹുവിന്റെ അടിമകൾ എഴുന്നേറ്റ് നടക്കും പടച്ചറപ്പിന്റെ അർശിന്റെ തണലിലേക്ക്. അവർക്ക് ഹിസാബില്ല, അവർക്ക് സിറാത്തില്ല, അവർക്ക് മീസാനില്ല, അവർക്ക് യാതൊരുവിധ പാരവശ്യതകളില്ല. അവരുടെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശുഭകരമാണ്. അവരുടെ ജീവിതത്തിന്റെ തുടക്കം തന്നെ ശുഭകരമാണ്. ജീവിതത്തിന്റെ തുടക്കം ശുഭമാകാൻ കാഡ്ബറീസ് കഴിച്ചിട്ട് കാര്യമില്ല, ചന്ദനത്തിരി കത്തിച്ചിട്ട് കാര്യമില്ല. തുടക്കം ശുഭമാകണമെങ്കിൽ പരലോകത്ത് എഴുന്നേൽക്കുമ്പോൾ പടച്ചറപ്പ് വിളിക്കണ്ടേ ചെറുപ്പക്കാരികളെ? യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അർശിന്റെ ചുവട്ടിലോട്ട് കടന്നു വരിക. ആ സമയത്ത് സ്വർഗത്തിന്റെ മുമ്പിലേക്ക്, അർശിന്റെ തണലിലേക്ക് മുത്തഖീങ്ങളായ മനുഷ്യർ കൂട്ടത്തോടെ പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. യൗമ നഹ്ശുറുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫദാ. മുത്തഖീങ്ങൾ കൂട്ടം കൂട്ടമായി പടച്ചറപ്പിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് നടന്നു പോകുമത്രേ. അല്ലാഹു നമ്മൾ അതിൽ പെടുത്തട്ടെ, അല്ലാഹു നമ്മൾ അതിൽ പെടുത്തട്ടെ. അതിന് മാത്രമല്ല, ഇങ്ങനെ പറയുന്നവരിലും ഇങ്ങോട്ട് നോക്ക്, തമാശ കൂടുതൽ ഒഴിവാക്കുകയാണ്. വിഷയത്തിന്റെ ഗൗരവം കണ്ട് ഇതാണ് ഏറ്റവും വലുത്. ആഖിറത്തിൽ ഏറ്റവും വലിയ വാക്കിതാണ്. അല്ലാഹു പറയാൻ തൗഫീഖ് നൽകട്ടെ. ഏത് വാക്ക്? ഇത് ഖുർആനാണ്, അഹ്മദ് കബീറിന്റെ വാക്കല്ല. ഇത് അവൻ കാണാതെ പഠിച്ച ഖുർആൻ പറയുന്നതാണ്. ഇത് പറയലാണ്. ഇത് ഈ ഇരിക്കുന്ന
ഒരു 10,000 ആളുകളുണ്ടാവും. ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ ഞാനല്ല. അൻവരിയാകണമെന്നില്ല, വാക്കവിയാകണമെന്നില്ല. ഈ ഇരിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ, ഈ ഭൂമിയിൽ ജീവിക്കുന്നവരിൽ ഏറ്റവും ഭാഗ്യവാൻ ഈ വാക്ക് പറയാൻ കഴിയുന്നവരാണ്. അർശിന്റെ തമ്പുരാൻ വിളിക്കുമ്പോൾ മുത്തക്കിങ്ങൾ കൂട്ടത്തോടെയാണ് പോകുന്നത്. മുത്തഖീന ഞാൻ പറയുന്ന ഖുർആനാണ്. ഇല റഹ്മാനി വഫദ, വഫദുകളായി, കൂട്ടങ്ങളായി. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നെടുമങ്ങാട് നീ വാതക്കാൻ ഇവിടെ എത്തിയവരുണ്ട്, അങ്ങനെ എന്നെ മണക്കാട് നിന്ന് വന്നവരുണ്ട്, കൊല്ലത്ത് നിന്ന് എത്തിയവരുണ്ട്. കൂട്ടം കൂട്ടമായി വന്ന ചെറുപ്പക്കാരെ അള്ളാഹു കൂട്ടത്തോടെ സ്വർഗത്തിലേക്ക് നടക്കാനും അള്ളാഹു കാരണം നൽകി. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ബരടിന്റെ പരിപ്പ് അകരത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ കടന്ന് കരിഞ്ഞ് നിലവിളിക്കുമ്പോ ആ സമയത്ത് കൂട്ടത്തോടെ പടച്ചറപ്പിന്റെ അർശിന്റെ തണലിലേക്ക്, സിംഹാസനത്തിന്റെ തണലിലേക്ക് പോകാൻ മുത്തക്കിങ്ങൾ പോകും. ഇങ്ങനെ പോകുമ്പോ അഹമ്മദ് കബീർ ബാക്കവിയുണ്ട്, അള്ളാഹുനാക്കി തരട്ടെ. അൻവരിയുണ്ട്, പാട്ടെഴുതിയ വാഫിയുണ്ട്. ഇവിടുത്തെ ഉസ്താദന്മാരും ഈ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഉണ്ട് എന്ന് കരുതുക. അള്ളാഹു ആശ അങ്ങനെ ആക്കി തരട്ടെ. ഞാനും നിങ്ങളും ഒക്കെയുണ്ട്. കൂട്ടത്തോടെ പോകുമ്പോ ഈ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കും, ബാക്കവി ഉസ്താദെ എന്തേ അള്ളാഹു നമ്മളതിൽപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളതിൽപ്പെടുത്തട്ടെ. ഒരാൾ ചോദിക്കുമ്പോ ഉസ്താദെ മരിച്ചിട്ട് ഖബറിൽ അധിക നാളൊന്നും നമ്മൾ കിടന്നില്ലല്ലോ, മരിച്ച ഉടനെ നമ്മൾ മഹിശറയിലെത്തിയത്. ഞാൻ ഈ ആയ തോന്നിയിട്ട് കരഞ്ഞു പോയിട്ടുണ്ട്. ഈ വിജ്ഞാനം പഠിക്കും, പിന്നെ ചെറുപ്പക്കാർ ഈ വിജ്ഞാനം പഠിക്കും. നിങ്ങൾക്ക് ദുനിയാവിൽ എന്ത് നിങ്ങളുടെ കയ്യിലുണ്ടായിക്കൊള്ളട്ടെ, എന്ത് കോടികൾ നിങ്ങളുടെ കയ്യിലുണ്ടായിക്കൊള്ളട്ടെ, പക്ഷെ ഈ വിജ്ഞാനം നിങ്ങൾ കളയരുത്, ഈ വിജ്ഞാനം നിങ്ങൾ കളയരുത്. ഇതെന്തൊരു വാക്കായത്, ഇതെന്തൊരു വാക്കായത്. അർശിന്റെ തണലിലോട്ട് നടന്നു പോ. ഖബറിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ അർശിന്റെ തണലിലോട്ട് നടന്നു പോകുമ്പോ ആ സമയത്ത് കൂടെയുള്ളവരോട് ചോദിക്കും, ആ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിന്റെ ഉള്ളിൽ അധിക നാളൊന്നും നമ്മൾ കിടന്നില്ലല്ലോ. ഖബറിൽ 1 നൂറ്റാണ്ട് കടന്നിട്ട് ആ 1 നൂറ്റാണ്ട് 1 സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്നവർ. അള്ളാഹു നമ്മൾ അതിൽ പെടുത്തട്ടെ. ഏതായാലും ലോകാവസാനം നടന്നിട്ട് ഏറ്റവും അവസാനം മരിച്ച ആളും ഏറ്റവും കുറഞ്ഞ 40 വർഷം ഖബറിൽ കിടക്കും. ലോകാവസാനം ഏറ്റവും അവസാനം മരിച്ച ആൾ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം ഊതുമ്പോൾ ലോകം അവസാനിക്കും, രണ്ടാമത് ഊതുമ്പോ മഹിശറ തുടങ്ങും. ഈ 2 ഊതലിന്റെ ഇടയിൽ 40 വർഷത്തെ ഇടവേളയിൽ 2 ഊതൽ. ആദ്യം ഊതുമ്പോ എല്ലാവരും മരിക്കും, രണ്ടാമത് ഊതുമ്പോ മഹിശറിൽ എഴുതും. ഈ 2 ഊതലിന്റെ ഇടയിൽ 40 വർഷത്തെ ഇടവേളയുണ്ട്. അപ്പൊ ഏറ്റവും അവസാനം മരിച്ച ആളും 6 അടി മണ്ണ് ഖബറിന്റെ ഉള്ളിൽ ഏറ്റവും മുന്നേ എത്ര വർഷം കിടക്കണം? എത്ര വർഷം കിടക്കണം? 40 വർഷം 1 സെക്കൻഡ് ആയിട്ട് തോന്നുന്നു ഈ 6 അടി മണ്ണ്. ആ സമയത്ത് പറയും, ആരുടെ മണ്ണിൽ കൊണ്ടുപോയി നമ്മളെ വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ മണ്ണ് മാറിയിട്ട് എല്ലാവരും തിരിച്ചുപോയി. 100 വർഷം കണിയാപുരം പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടന്നാലും ആ കിടന്ന സമയം 1 സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്നവർ നാളെ പരലോകത്തത് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ അടിയിലേക്ക് നടന്നു പോകുന്നവർ, അല്ലാഹുവേ 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 ഞങ്ങളെ നീ എതിരെപ്പെടുത്തണേ അല്ലാ. സഹോദരങ്ങളെ, ചിന്തിക്കാത്തതെന്താ? ആ മരണം അടുത്തു വരുമ്പോ ചിന്തിക്കാത്തതെന്താ? അങ്ങനെ ഒരാളായി നമ്മളെ സ്വീകരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ തമ്പുരാനെ. കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ തേലക്കാടടുത്ത് അപകടം നടന്നു. ആ അപകടം നടക്കുന്ന സമയത്ത് ഞാൻ കണ്ണൂരേക്ക് യാത്ര ചെയ്യുകയാണ്. തേലക്കാടുള്ള പ്രവർത്തകരന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ കണ്ണൂരേക്കുള്ള യാത്രയിലാണ്.
പറയുകയാണ്, ഉസ്താദേ തേലക്കാട് അപകടം നടന്ന സ്ഥലമേടെന്നറിയോ? 13 പെൺകുട്ടികളും ആൺകുട്ടികളും പിടഞ്ഞു മരിച്ച മിനിങ്ങാനത്തെ അപകടമില്ലേ? വെള്ളിയാഴ്ചയിൽ അപകടം നടന്ന സ്ഥലത്ത് 3 മാസം മുമ്പ് ഞാനിവിടെ പ്രസംഗിച്ചതാണ്. ആ പ്രസംഗിച്ച ഗ്രൗണ്ടിന്റെ മുമ്പിലാണ് വണ്ടി പോയി തലകീടായി മറിയുന്നത്. അവിടെ വെച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്, ഈ മണ്ണിൽ നിന്ന് മരിച്ചു വീടില്ലെന്ന് ആർക്കാ ഉറപ്പുള്ളത്? സഹോദരങ്ങളെ, മിനി ബസ് പാഞ്ഞു വരുമ്പോ അത് 2 സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ സുബഹാ നമസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോ പാഞ്ഞു വന്ന മിനി ബസ് മരത്തിലേക്ക് വന്നിടിച്ചിട്ട് തകർന്നു പോയി. ആളുകളെല്ലാവരും കൂടി ഓടി വരുമ്പോ മനുഷ്യരെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല. തൊട്ടടുത്ത് ജോലി ചെയ്ത 2 JCB വിളിച്ചു കൊണ്ടുവന്നിട്ട് തകിട് മുഴുവനും പുറത്തെടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് 15 വയസ്സുള്ള പൊന്നുമോള് നിലവിളിക്കുകയാണ്. കയ്യിൽ പിടിച്ചു വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. അവളുടെ അരക്കത്തിന് താഴ്ഭാഗത്തേക്ക് ബസിന്റെ ഉള്ളിൽ അവശിഷ്ടത്തിന് കുടുങ്ങിക്കിടക്കുകയാ. അവൾ കിടന്ന് നിലവിളിച്ചു 3/4 മണിക്കൂറോളം 10,000 ഓടിക്കൂടിയിട്ട് ധരിച്ചു നിൽക്കാനല്ലാതെ രക്ഷിക്കണേന്ന് നിലവിളിക്കുമ്പോ ഒരു സുന്ദരി പെൺകുട്ടി നിലവിളിക്കുമ്പോ പിടിച്ചു കയറ്റാൻ കഴിയാതെ JCB വന്നിട്ട് തകിടങ്ങട് മാറ്റിയിട്ട് വലിച്ചെടുക്കുമ്പോ ഉസ്താദേ കയ്യിൽ പിടിച്ചു വലിച്ചെടുക്കുമ്പോ അവളുടെ നിലവിളി അവസാനിച്ചിരുന്നു. വലിച്ചെടുത്തപ്പോ അവളുടെ അരക്ക് മുകളിലോട്ടുള്ള ഭാഗമാണ് വന്നത്, അതിനപ്പുറത്തേക്കുള്ള ഭാഗമില്ല. ബസിന്റെ തകിടിന്റെ ഉള്ളിൽ പെട്ടിട്ട് അരയുടെ ഭാഗത്ത് വെച്ചിട്ട് 2ആയിട്ട് മുറിഞ്ഞു പോയ 15 വയസ്സുള്ള പൊന്നുമോളുടെ 3/4 മണിക്കൂർ മുമ്പ് സ്വപ്നം കണ്ട് നടന്നു പോയവേ അവൾ അതിന്റെ ഇടയിൽ 2 കഷണമായിട്ട് ചിതറിത്തെറിക്കുമ്പോ എന്തേ സഹോദരങ്ങളെ പൊട്ടിച്ചിരിച്ചും കൊണ്ടു നീ നടക്കുന്നു, കബറിൽ കടയിൽ കഫൻ തുണി നിന്നെയും നോക്കുന്നു. ആ ബസ്സിലിരുന്നിട്ട് പാരൽ കോളേജിലേക്ക് പോയ കോളേജ് വിദ്യാർത്ഥിനികളാ സീറ്റിലിരുന്നിട്ട് ആടിയും പാടിയും ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ പൊട്ടിച്ചിരിച്ചും കൊണ്ട് നീ നടക്കുന്നു, കടയിൽ കഫൻ തുണി നിന്നെയും നോക്കുന്നു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോ അടുത്ത കടയിലിരുന്നിട്ട് കഫൻ തുണി നിന്നെ നോക്കി ചിരിക്കുകയാണ്. ചാടിക്കളിക്കുന്നാടുമെന്തറിയുന്നു പൊന്നുമോനെ, കൈ ഈ കുറ്റിയിൽ കെട്ടിയിട്ട് ആട്ടുംകുട്ടി കിടന്നിട്ട് ചാടുകയാണ്. ആട്ടുംകുട്ടിക്ക് അറിയില്ലല്ലോ അറക്കാരുള്ള അറവുകാരൻ മറുഭാഗത്ത് കത്തിക്ക് മിനിസം കൂട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു ആട്ടുംകുട്ടിയല്ലേ നീ? ആ മറുഭാഗത്ത് അറവുകാരൻ കത്തിക്ക് മൂർച്ച കൂട്ടുമ്പോ അറിയാതെ ആടിത്തു നിൽക്കുന്ന ആട്ടുംകുട്ടിയെ പോലെ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോ ഈ ദുനിയാവിലെ ഏറ്റവും ഒരു ആഗ്രഹം എന്തായിരിക്കണം? ഞാൻ പറയുന്നു, മറ്റൊരാഗ്രഹം ഉണ്ടാവരുത്. ഭാര്യയും മക്കളുമല്ല, പരലോകത്ത് കുടിമാടത്ത് നിന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോ അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ ഖബറിന്റെ ഉള്ളിൽ നൂറ്റാണ്ടുകളെ കിടക്കേണ്ടി വന്ന ഒരു സെക്കൻഡ് പോലെ കഴിഞ്ഞു പോകുന്ന സുഖകരമായ ജീവിതം അത് കൊതിക്കാത്തവരാരാവുള്ളത്? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദുനിയാവിൽ എല്ലാം അല്ല തന്നിട്ടുണ്ട്. വീട് തന്നിട്ടുണ്ട്, ബിസിനസ് തന്നിട്ടുണ്ട്, പണം തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, ഭാര്യയെ തന്നിട്ടുണ്ട്. ഞാൻ ഈ സദസ്സിൽ വെച്ചൊന്ന് വെറുതെ ചോദിക്കുകയാ, ഈ വിനീതന്റെ പ്രസംഗം കേൾക്കാൻ ഇവിടെ തടിച്ചു കൂടിയവരോട് നാളെ പരലോകത്ത് ചെല്ലുമ്പോ എഴുന്നേറ്റാൽ ഉടനെ എനിക്ക് അറിസിന്റെ തടലേക്ക് നടന്നു പോകണമെന്ന ആഗ്രഹത്തോട് ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ചിട്ട് അഹമ്മദ് കബീർ ബാക്കവി 18 വർഷമായി മതപ്രഭാഷണം നടത്തുന്നുണ്ട്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഞാനൊരു 4 മാസം മുമ്പ് പെരിന്തൽമണ്ണയ്ക്കുള്ള ഉടമല മക്കാമുറൂസിന് ബഹുമാനനായ സമസ്തയുടെ ആലിക്കുട്ടി ഉസ്താദ് അടക്കമുള്ളവരെ സദസ്സിലുണ്ട്, പാണക്കാട് തങ്ങളടക്കമുള്ളവരെ സദസ്സിലുണ്ട്. മൈക്ക് ഓണാണ്, ഞാൻ പ്രസംഗിക്കാൻ പോകുന്നു. തങ്ങളുടെ ഉദ്ഘാടന കർമ്മം തീർന്നു. പ്രസംഗത്തിന് വേണ്ടി സ്വാധ്യക്ഷനെ ക്ഷണിച്ചു. എഴുന്നേക്കാൻ പോകുന്നതിന് മുമ്പ് മൈക്കോണാണ്. 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഒരു മനുഷ്യൻ കയറി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ കുഞ്ഞിന് 12 വയസ്സായി, 17 ദിവസം മുമ്പ് അവരുടെ തലവേദന വന്ന മദ്രസയിൽ തലതുറ്റി താഴെ വീണു. താങ്ങിയെടുത്ത് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോ ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞിന് ബ്രെയിൻ ട്യൂമറാ. 17 ദിവസത്തിലധികം ഈ കുഞ്ഞു ജീവിച്ചിരിക്കില്ല. 17 ദിവസത്തിലധികം ഈ കുഞ്ഞു ജീവിച്ചിരിക്കില്ല. കേട്ട ഉമ്മ തളർന്ന് താഴെ വീണു. വാപ്പ പൊട്ടിക്കരച്ചിലായി. അവസാനം ഈ സദസ്സിനെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, മഹാന്മാരായ പണ്ഡിതന്മാരും ബഹുമാനപ്പെട്ട തങ്ങന്മാരും ഇരിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് ആ മനുഷ്യൻ മൈക്കിലൂടെ പറഞ്ഞ പൊടിയ 10,000 കേട്ടടാ. അവിടെ വെച്ച് അദ്ദേഹം ഭാര്യയും ഭർത്താവും കൂടി ഈ തളർന്ന
കിടക്കുന്ന മകന്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ബാക്കവി ഉസ്താദ് അടുത്ത സദസ്സിന് വരുമ്പോ അവിടേക്കൊരു സദക്ക് നെയ്യത്താക്കുകയാ, ഈ മകന് അസുഖമെന്ന് ശിവയാകാൻ. സഹോദരങ്ങളെ, ആ സദസ്സിന് വെച്ച് പറഞ്ഞു ഉസ്താദേ മരണം കാത്ത് 17 ദിവസത്തെ ആയുസ് പറഞ്ഞ മോന് 13ാമത്തെ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് ബോധം തെളിഞ്ഞു. അൽഹംദുലില്ലാഹ് 3 മാസം കഴിഞ്ഞൊരു പ്രശ്നവുമില്ല. പൈസ ഉസ്താദിന്റെ കയ്യിലൊന്ന് ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞ് ആ സദസ്സിൽ നിന്നൊരു സംഖ്യ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഏതാണ്ട് 30,000-ത്തിലധികം ആളുകൾ ഞാൻ മഹിഷറ എവിടെയാണെന്ന് പറയുന്നതിന് മുമ്പ്, ജീവിതം തുടങ്ങുന്നത് എവിടെയാണ്, ഭൂമിയിലാണോ ആകാശത്താണോ, ആദ്യം വരുന്നത് എവിടെയാണ് പറയുന്നതിന് മുമ്പ് ഈ തിങ്ങിക്കൂടിയ സദസ്സിന്റെ മുമ്പ് ഒരു ടെസ്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുകയാ. ഇൻഷാ അല്ലാഹ് 30,000-ത്തിലധികം ആളുകൾ ഈ സദക്കയിൽ പങ്കെടുത്തിട്ടുണ്ട്. മാരകമായ ക്യാൻസർ വന്നിട്ട് ആമാശയം പഴുത്തു മാറിയിട്ട് അവസാനം ഡോക്ടർമാര് തള്ളിയ ഭാര്യയും ഭർത്താവും പോലും ഹജ്ജ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നത് ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ടാ. കാരണം എന്താ, ബാക്കവി ഇവിടെ വന്ന് പറഞ്ഞിട്ട് നാളെ ഞാൻ മലപ്പുറം ജില്ലയിൽ, നാളെ ഞാൻ കരുനാഗപ്പള്ളിക്കടുത്ത് ക്ലാപ്പനയിലാണ്. ഈ കണിയാപുരത്ത് കിടന്ന് നിങ്ങൾ ഉറങ്ങിയാലും 10,000 നിങ്ങൾക്ക് വേണ്ടി ആമീൻ പറയും. എത്ര ആളുകളാ കഴിഞ്ഞ ആലുവയിലെ വാർഷിക പ്രഭാഷണത്തിൽ 1,00,000 യാസീൻ ഓതിയിട്ട് ദുആ ചെയ്തപ്പോ അല്ലാഹുവിന്റെ സദസ്സിലെ പല നിയ്യത്തുകൾ വെച്ചിട്ട് നേർച്ചയാക്കിയ ആരൊക്കെയുണ്ടോ അവരെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണമെന്ന് പറഞ്ഞപ്പോ കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറഞ്ഞ സദസ്സ്, അതിന്റെ ബറക്കത്ത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്ന് ആരെങ്കിലും ഉസ്താദേ ഈ സദസ്സിന്റെ തുടക്കക്കാരനായി വാഫി കോഴ്സ് പഠിപ്പിക്കാൻ, ഈ കരിങ്കലിനെ കരയിപ്പിച്ച വിജ്ഞാനം പഠിപ്പിക്കാൻ, അടുത്ത കുട്ടികൾക്ക് കിടക്കണമെങ്കിൽ, അവർക്ക് ദറസ് പഠിക്കണമെങ്കിൽ, അവർക്ക് ഖുർആൻ ഓതണമെങ്കിൽ ഒരു വലിയ കെട്ടിടം കൂടി സ്ഥാപിക്കേണ്ടതുണ്ട്. ഈ സംഘാടകർക്ക് വലിയൊരു ആഗ്രഹവുമുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സംരംഭത്തിലേക്ക് ഏതാണ്ട് 43 ലക്ഷം രൂപ ചെലവ് വരുന്ന ആ സംരംഭത്തിലേക്ക് ആദ്യത്തെ ആളായി ഇൻഷാ അല്ലാഹ് ഞാൻ മരിച്ചാലും മണ്ണിന്റെ അടിയിൽ ഞാൻ പോയാലും എനിക്ക് കിട്ടുന്ന ഒരു സദഖ അല്ലാഹുവേ സ്വീകരിക്കണേ എന്ന നിയ്യത്തോട് ഏതാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ അല്ലാഹു അതിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ വെച്ച് വാഗ്ദാനം ചെയ്തിട്ട് 1, 2, 3, 4 ഭാഗമായിട്ട് കൊടുത്താൽ മതി, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 66,666 രൂപ, സാധാരണ 6,666 ഞാൻ ചോദിക്കാറുണ്ട്. 66,666 രൂപ ഈ സദസ്സിൽ വെച്ചൊന്ന് വാഗ്ദാനം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ ആദ്യമായിട്ട് പറയുന്നത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചാൽ ആദ്യമായിട്ട് ഒരാൾ പറയും അനയാ റസൂലല്ലാഹ്, ഞാൻ തരാ നബിയേ, ഞാൻ തരാ നബിയേ. ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. യഹി ഇന്തിഹാ ഹേ, യഹി ഇബ്തിദാ ഹേ, യഹി റാസ്താ ഹേ, യഹി റഹ്റുമാ ഹേ, യഹി ഇബ്തിദാ ഹേ, ഇതാണ് തുടക്കം. യഹി ഇന്തിഹാ ഹേ, ഇവിടെയാണ് ഒടുക്കം. യഹി റാസ്താ ഹേ, ഇതാണ് വഴി, ഇതാണ് പാത, ഇതിലൂടെയാണ് സ്വർഗത്തിന്റെ പാത. ഈ സ്വർഗത്തിന്റെ പാത വെട്ടിത്തെളിച്ച നാളെ ഞാൻ ജനകോടികൾ പരലോകത്ത് പരിഭ്രാന്തിയോടെ നിറഞ്ഞു നിൽക്കുമ്പോ എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാൻ കടന്നു വരുമെന്ന്, എന്റെ ബുറാക്കിന്റെ മുകളിൽ ഞാൻ കടന്നു വരുമ്പോ എന്റെ തൊട്ടു മുമ്പിൽ എന്റെ ഒട്ടകപ്പുറത്തുണ്ടാകും എന്റെ പൊന്നുമോള് ബീവി ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ തൊട്ടു മുമ്പിൽ എന്റെ ഒട്ടകപ്പുറത്ത് എന്റെ കരളിന്റെ കഷണമേ ഫാത്തിമ, എന്റെ ജീവിതത്തിന്റെ വാത്സല്യമേ ഫാത്തിമ, എന്റെ പൊന്നുമോള് ഫാത്തിമ ഉണ്ടാകും. എന്റെ വലതു ഭാഗത്ത് അബൂബക്കർ ഉണ്ടാവും, എന്റെ ഇടതു ഭാഗത്ത് ഉമർ ഉണ്ടാവും, എന്റെ തൊട്ടുപുറകിലതാ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
എന്ന ബാങ്കം വിളിച്ചുകൊണ്ട് എന്റെ തൊട്ടുപുറകിൽ എന്റെ ബിലാൽ ഉണ്ടാകുമെന്ന്, എന്റെ കറുത്തവനായ ബിലാൽ, എന്റെ കറുത്ത ബിലാൽ. ആ ബിലാൽ ബാങ്കം വിളിച്ചുകൊണ്ട് എന്റെ പുറകിൽ വരുമ്പോ ഈ ദുനിയാവില് ബാങ്ക് കേട്ടപ്പോ ആരൊക്കെയാണോ പള്ളിയിലോട്ട് കിടന്നു വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവര് ബിലാലിന്റെ തൊട്ട് പുറകിൽ വന്ന് ഒരുമിച്ച് കൂടുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. വേണ്ടേ ചെറുപ്പക്കാരാ, പച്ച വ്യഭിചാരം പഠിപ്പിച്ച മെസ്സിയുടെ താരാരാധന നടത്തിയ മോഹൻലാൽ മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പ്രകടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മന്ദയും ഒക്കെ റോൾ മോഡലാക്കി മാറ്റിയ നാളെ ബിലാലിന്റെ പുറകിൽ നിൽക്കണ്ടേ, നാളെ മഹിസറയിൽ ബാങ്ക് വിളിക്കാൻ കഴിയണ്ടേ. അങ്ങനെ വരുമെന്ന് പറഞ്ഞ് സഹാബത്ത് പറയുമ്പോ ഓ സമയത്താണ് അള്ളാന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു, തിരുദൂതരെ പ്രസംഗം നിർത്തല്ലേ നബിയെ, പ്രസംഗം അവസാനിപ്പിക്കല്ലേ നബിയെ, എന്തെങ്കിലും പരലോകത്തിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പറഞ്ഞു തരാണ്, അങ്ങനെ നിർത്തല്ലേ യാ റസൂലല്ലാഹ്. അവിടുത്തെ ആളുകൾ നമ്മളെ പോലെയല്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇയാളൊന്ന് വകന്ന് നിർത്തിയാൽ എഴുന്നേക്കാമായിരുന്നു. അല്ല സഹോദരങ്ങളെ, അല്ല അല്ല സഹോദരങ്ങളെ, അല്ല അല്ല അല്ല. സഹാബത്ത് പറഞ്ഞു, നബിയെ നബിയെ നിർത്തല്ലേ നബിയെ, അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഖിറത്തിലേക്ക് പ്രയോജനമില്ലാത്ത അത് നിർത്തല്ലേ നബിയെ, എന്തെങ്കിലും ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറഞ്ഞതാ തിരുദൂതരെ യാ റസൂലല്ലാഹ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ എന്നാൽ എപ്പോഴും പറഞ്ഞുകൊള്ളുക, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം, യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. ഇത് പതിവായി പറഞ്ഞു. ആഖിറത്തിൽ പോയാൽ നിങ്ങൾക്ക് തളരേണ്ടി വരില്ല, പരിഭ്രാന്തിയോടെ ഓടേണ്ടി വരില്ല. റഹ്മത്തെന്ന സഹോദരി ഒരു സദഖ ചെയ്തു. ഇത് വഅദിന്റെ പ്രയോജനമാണ്. അല്ലാഹുവേ നീ അവർക്ക് സാലിഹായ സന്താനത്തെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എന്റെ പൊന്നുമോനെ, പരലോകത്ത് എഴുന്നേറ്റ് വെക്കുമ്പോ എന്തെങ്കിലും ഒക്കെ വേണം. യഥാർത്ഥത്തിൽ പരലോകത്താണ് പ്രോട്ടോകോൾ ലംഘിക്കുക. പരലോകത്ത് മരണം ജീവിതത്തിന്റെ തുടക്കം. ഞാൻ പരലോകത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. പരലോകത്ത് പ്രോട്ടോകോൾ ലംഘിക്കുക. പ്രോട്ടോകോള് എന്താ ഫോട്ടോക്കാരോട് പോകുന്നത്? പ്രോട്ടോകോൾ ലംഘിക്കും. എങ്ങനെ? പരലോകത്താണ് ചെല്ലേണ്ടത്. അള്ളാഹുവിടെ ആക്കി തരട്ടെ, അള്ളാഹുവിടെ ആക്കി തരട്ടെ, അള്ളാഹുവിടെ എത്തിച്ചു തരട്ടെ. എത്താൻ ഇത്തിരി പാടാ മനുഷ്യന്മാരെ. അള്ളാഹുവിടെ എത്തിച്ചു തന്നാൽ രക്ഷപ്പെട്ടു. അവിടെ മലക്കുകൾ നമ്മളെ കാണുമ്പോൾ സലാം പറയും. ഇവിടെ നേരെ തിരിച്ച്, ഇവിടെ നമ്മളാരോട് പോലെ സലാം പറയും, മലക്കുകളോട് സലാം പറയും. അവിടെ മലക്കുകൾ നമ്മുടെ സേവകന്മാരാണ്. പ്രോട്ടോകോൾ മാറും. ഇവിടെ ഇപ്പൊ നമ്മളൊരു കല്യാണത്തിന് നമ്മളൊരാൾ വിളിച്ചു, അവിടെ ചെന്നപ്പോ ആദ്യത്തെ ട്രിപ്പ് ഇരുന്നു, നമ്മൾ വെളിയില അല്ലേ. അപ്പൊ വീട്ടുകാർ ഓടി വന്നിട്ട് പറയും, ഇതൊന്ന് കഴിഞ്ഞോട്ടെ, തീർന്ന ഉടനെ അടുത്ത് നിങ്ങൾ ഇരുത്താം. അപ്പൊ ഒരു കസേരയൊക്കെ ഇട്ട് അവിടെ എന്ത് ചെയ്യും? ഇരുത്തും. നമ്മൾ ഈ ചാപ്പാട് നല്ല ബിരിയാണിയുടെ സ്വാദ് മൂക്കിലേക്കങ്ങ് അടിക്കും. ആദ്യത്തെ ട്രിപ്പ് തീരാറാകുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യും? മേശയൊന്നും തുടച്ചിട്ടുണ്ടാവില്ല, പ്ലേറ്റിനെ എടുത്തിട്ടുണ്ടാവില്ല, ചാടി എന്ത് ചെയ്യും? പാറ മനുഷ്യന്മാരെ ചാടി എന്ത് ചെയ്യും? ഇരിക്കും. എന്തിന്? ചാപ്പാട്. ഏത് ചാപ്പാട്? ബിരിയാണി. തിന്നിട്ടൊരു കൊച്ചു മരിച്ചുപോയി എന്ന് പറഞ്ഞോട് പ്രശ്നം ഉണ്ടാക്കി. കഴക്കൂട്ടത്തല്ലേ? യഥാർത്ഥത്തെ ആ കൊച്ചു സൂസൈഡ് ചെയ്ത, ആത്മഹത്യ ചെയ്ത. ചുമ്മാ പത്രക്കാരൻ തിരുവനന്തപുരത്ത് ഷവർമ തിന്നിട്ട് ഒരു കുട്ടി മരിച്ചു, ഒരാൾ മരിച്ചു. യഥാർത്ഥത്തിൽ അയാൾ സൂയിസൈഡ് ചെയ്ത പാവപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരന്റെ ജീവിതവും മുറ്റി. പത്രത്തിൽ എന്ത് ലൈവായിട്ട് അപ്പൊ കിട്ടി എഴുതുക? അതെന്താ? യഥാർത്ഥത്തിൽ അയാൾ ആത്മഹത്യ ചെയ്ത ബാംഗ്ലൂരിൽ പോയി. ഷവർമ അവന്റെ കൂടത്തൊന്നും മരിച്ചില്ല, ഇവ മരിച്ചു. പത്രക്കാര് ഈ ബ്രേക്കിംഗ് ന്യൂസ് കിട്ടാൻ വേണ്ടി ഇരിക്കുക. അവരെഴുതി പാവപ്പെട്ട ഹോട്ടൽ കച്ചവടക്കാരുണ്ട്. ആ മനുഷ്യൻ, ആ സാൽവ കഫേയുടെ മനുഷ്യൻ സ്ഥിരമായിട്ട് പള്ളിയിൽ ഒരു കരി കൊടുക്കുന്ന ആള്, നല്ലൊരു മനുഷ്യൻ. പത്രക്കാർക്ക് എഴുതിയാൽ മതി, ഹോട്ടലുകാരൻ്റെ ഏതൊക്കെ പെണ്ണിന്റെ
സ്വർണം പോലും വിറ്റിട്ടായിരിക്കും ഒരു കൊച്ചു മാടക്കട തുറന്നത്. യഥാർത്ഥത്തിൽ നമ്മളെന്താ ഭക്ഷണം അല്ലേ, ഭക്ഷണമല്ലേ, ഒരു പ്ലേറ്റ് ഭക്ഷണം. മോനെ പ്രോട്ടോകോൾ ലംഘിക്കും എവിടെയാണെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ ഭക്ഷണങ്ങൾ മുഴുവനും വിളമ്പി വെച്ചിട്ട് അള്ളാഹു മുത്തഖീങ്ങളോട് പറയും, ഇവിടേക്ക് വാ, ഇതാ നിങ്ങൾക്കുള്ള ഭക്ഷണം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ സമയത്ത് സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ ഒരുക്കി വെച്ചിരിക്കുമ്പോ സ്വർഗത്തിൽ കയറുന്നവൻ ആദ്യം കൊടുക്കുന്ന ഭക്ഷണം ഏതെന്ന് നബിയോട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പൊരിച്ച മീനിന്റെ കരളാണ് സ്വർഗത്തിലെ ആദ്യ ഭക്ഷണമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സ്വർഗത്തിലേക്ക് കയറിയാൽ ആദ്യം കിട്ടുന്ന ഭക്ഷണം മീനിന്റെ പൊരിച്ച കരളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ സ്വർഗത്തിലെ ഭക്ഷണം മുഴുവനും വിളമ്പി വെച്ചിട്ട് അള്ളാഹു മുത്തഖീങ്ങളോട് പറയും, ഇവിടേക്ക് വാ, ഇവിടേക്ക് വാ. ആ സമയത്താണ് സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ മുന്നിൽ കണ്ടാലും മുത്തഖീങ്ങൾ ആദ്യം കഴിക്കാൻ ചാടി കയറില്ല. അവര് പറയും, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ സദഖനാ വഅദാ. ആ സമയത്ത് മുത്തഖീങ്ങൾ പറയും, വഖാലു അവര് പറയും, അൽഹംദുലില്ലാഹ് അല്ലദീ സദഖനാ വഅദാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, പടച്ചവനെ ഞങ്ങൾക്ക് ഈ ഭക്ഷണം തിന്നാനുള്ള ആർത്തിയില്ല, അൽഹംദുലില്ലാഹ് ഇതെല്ലാം ഞങ്ങൾക്ക് ഒരുക്കി വെച്ച റബ്ബേ അൽഹംദുലില്ലാഹ്. ഇവിടെ തിന്നിട്ടാണ് അൽഹംദുലില്ലാഹ് പറയുക. സ്വർഗത്തിൽ കാണുമ്പോൾ അപ്പൊ പിന്നെ ആക്രാന്തമൊന്നുമില്ല. സ്വർഗത്തിലെ ഭക്ഷണം കണ്ടാലും ആക്രാന്തം തോന്നാല് അൽഹംദുലില്ലാഹ് പടച്ചവനെ ഞങ്ങൾ ഈ ദുനിയാവിൽ ചെയ്തതിനൊക്കെ കിട്ടിയല്ലോ അല്ലാഹുവേ. കൈ കിടന്ന ഈ ബ്രേസ്ലെറ്റും കമ്മലും ഒക്കെ ഊരിക്കൊടുത്തിട്ട് ചിലപ്പോ ഞങ്ങളെ പൊട്ടിന്ന് വിളിക്കുന്നവരുണ്ടാവും. പടച്ചവനെ അവിടെ പറയാം അൽഹംദുലില്ലാഹ്. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. അതിനെന്ത് ചെയ്യണം? ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയണം? ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാൻ കഴിയണം? നാളെ സ്വർഗത്തിലെത്തണ്ടേ? അങ്ങനെയുള്ള ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയണം. ഉസ്താദേ, ഈ കാലഘട്ടമല്ലേ, എങ്ങനെയാ ജീവിക്കാൻ കഴിയുക? ഞാൻ ഒരു ദിവസം കഴിഞ്ഞ വർഷമാണ് പാതിരാ സമയത്ത് വള്ളക്കടവിൽ വെള്ളം കടിഞ്ഞ് ഞാൻ ടെക്നോ പാർക്കിൽ വള്ളക്കടവിലേക്ക് വളർന്നു പോവുകയാണ്. ഏതാണ്ട് വൈകുന്നേരം ഒരു 8-8:30 മണിയായിട്ടുണ്ട്. കരക്കൂട്ടത്ത് നിന്ന് ടെക്നോ പാർക്കിന്റെ സൈഡിലൂടെ പോകുമ്പോ ആ സമയത്ത് ടെക്നോ പാർക്കിലേക്ക് നിന്ന് പോകുന്ന വഴിയിലുള്ള വാഗമരത്തിന്റെയും ദേവദാരുവിന്റെയും ചുവട്ടിലൊരു പെൺകുട്ടിയുണ്ട്, 3 ചെറുപ്പക്കാർ കൂടെയുണ്ട്. ആ പോകുന്ന വഴിയിൽ അസ്വാഭാവികമായ ഒരു കൂട്ടം കണ്ട് ഞാൻ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കണ്ട കാഴ്ച ഈ സദസ്സിൽ വെച്ച് പറയാൻ കഴിയുന്നതല്ല. വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മുഴുവനും നിന്റെ ഗ്രാമത്തിന്റെ പടിവാതിൽ എത്തി നിൽക്കുമ്പോ ടെക്നോ പാർക്ക്, സൈബർ കഫേയും ഇൻഫോസിസ് പാർക്കും നിന്റെ മുമ്പിൽ ഏറ്റവും വലിയ പരീക്ഷണത്തിന്റെ വാതായനങ്ങൾ തുറക്കുമ്പോ പെങ്ങളെ മയങ്ങിപ്പോകരുത്. ഏതാണ്ട് 4 നൂറ്റാണ്ട് പഴക്കമുള്ള ഇസ്ലാമിക നാഗരികതയുടെ കളിത്തൊട്ടിൽ ജനിച്ചു വീണിട്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ആധുനികതയുടെ വിളിച്ചോട്ടം നിന്നെ പേടിപ്പിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ദുനിയാവ് നിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ ഈ ദുനിയാവ് നിന്നെ പേടിപ്പിക്കാൻ പാടില്ല. ഇന്നമ ദുനിയാ ഫനാഉ ലൈസ ലിദുനിയാ ഖുബൂർ ഇന്നമ ദുനിയാ കബൈതുൻ നസജതുൽ അൻകബൂർ. ഈ ദുനിയാവ് ചെലന്തിയുടെ വല പോലെയാണ്, ഏത് സമയത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ദുനിയാവാണ്. പെങ്ങളെ പാതിരാ സമയത്ത് കടന്നു വരുന്ന ചാനലുകാരന്റെ മുമ്പ് മിടുക്കിയാവാനും മിടുമിടുക്കിയാവാനും ആരോ വാഗ്ദാനം ചെയ്ത 10 പവന്റെ സ്വർണത്തിന് വേണ്ടി നിന്റെ ഉടുതുണി വലിച്ചെറിയല്ല പെങ്ങളെ ഔറത്ത് മറക്കാട്. അള്ളാഹു നൽകിയ മക്കളെ കൊണ്ടുപോയി ചാനലുകാരന്റെ മുമ്പിൽ ഇട്ട് കൊടുത്തിട്ട് അവരുടെ മാംസഭാഗം നോക്കിയിട്ട് SMS വില നിശ്ചയിച്ചു പോകുന്ന ഏറ്റവും വലിയ കച്ചവടത്തിലേക്ക് ലോകം കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ പാതിരാ സമയത്തിനേക്ക് പറയാനുള്ളത്, ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ വാതിൽക്കൽ പോയി നിന്നിട്ട് അൽഹംദുലില്ലാഹ്
സ്വർഗത്തിലെ തേനിന്റെ പുഴയുടെ മുമ്പിൽ, സ്വർഗത്തെ പാലിന്റെ പുഴയുടെ മുമ്പിൽ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ പഴത്തിന്റെ മുമ്പിൽ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ കസേരയുടെ മുമ്പിൽ, സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സ്വർണ്ണക്കട്ടിലിന്റെ മുമ്പിൽ, സ്വർഗത്തിലെ സുന്ദരികളായ ഹൂറിപ്പെണ്ണിന്റെ മുമ്പിൽ, 400 മൈലപ്പുറത്ത് നിന്ന് ചിരിച്ചാൽ ഇപ്പുറം കാണുന്ന ദന്തനിരകളുള്ള സുന്ദരി പെണ്ണിന്റെ ഹൂറിയുടെ മുമ്പിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ പട്ടുവസ്ത്രത്തിന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കായികനികളുടെ മുമ്പിൽ, അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ വാതില് പിടിച്ചിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ കഴിയല. എന്തേ പെങ്ങളെ പറയാൻ കഴിയില്ല? ഫിറൗനിന്റെ കൊട്ടാരത്തിന്റെ നടുവിലല്ലേ ആസിയ ബീവി ജീവിച്ചിരുന്നത്? ആസിയ ജീവിച്ചത് എവിടെയാ? ടെക്നോ പാർക്കും ഇൻവോയ്സസ് ഒക്കെ കിടക്കട്ടെ, അതിന്റെ മുമ്പിൽ ജീവിച്ചിട്ട് ഈമാനോടെ ജീവിച്ച് സ്വർഗത്തിന്റെ വാതിൽ തുറക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ മച്ചന്മാരെ. അടുത്ത സമയായോ? സമയായോ? ഇല്ലേ? പിന്നെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? സമയം നിർത്തണോ? മോനെ ഫിറൗന്റെ കൊട്ടാരത്തിലാണ് ഇസ്ലാമിക ലോകത്തിലെ ഏറ്റവും വലിയ ചരിത്രം ഉണ്ടായത്. ഉസ്താദ് ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ ഇതല്ലേ കാലം? ഏത് കാലം? മിടുമിടുക്കി. അപ്പൊ പകുതി അങ്ങോട്ട് അഴിച്ചു കളയലാണ് ഇപ്പൊ ഫാഷൻ. ഇപ്പൊ ഫാഷൻ എന്താ? പകുതി അഴിച്ചു കളയുക, ബ്ലൗസിന്റെ പുറകിൽ ഒരു ജനല് വെക്കുക. കട്ടളനല്ല ഇപ്പൊ വെക്കണം ബ്ലൗസിന്റെ പുറകിൽ. ട്രാൻസ്പോർട്ട് ബസ് ഞാൻ യാത്ര ചെയ്തിട്ട് ഒത്തിരി നാളായി, കുറെ നാളായി ട്രാൻസ്പോർട്ട് ചെയ്യാം. ഈ അടുത്ത സമയത്ത് ഒരു ദിവസം യാത്ര ചെയ്തപ്പോ പുറകിരിക്കും അറിയാൻ പാടില്ല ഇത് സീറ്റിന്റെ കമ്പിയാണോ അതല്ല ഇതിന്റെ വള്ളിയാണോ. എന്തിനാ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ അത്? എന്താ അതിന്റെ ആവശ്യം? എന്താ ഇതിന്റെ പുറകിലുള്ള ഈ പുറകിൽ കുറേ വള്ളി വെച്ചിട്ട് ജനലുണ്ടാവും? എന്താ അതിന്റെ അർത്ഥം? അതിന്റെ ഇടയിലുള്ളത് മറ്റൊരുത്തം കാണണമെന്നല്ലേ അല്ലേ? എന്താ നിങ്ങൾ ഇങ്ങനെ വാവിളിച്ച് ഇങ്ങനെ? ഇവിടത്തെ കഥയൊക്കെ തന്നെ പറയുന്നത് അമേരിക്കയിലെ കഥയല്ല. എന്നിട്ടാ നിങ്ങൾ എന്നെ തുറച്ചു നോക്കണത്? ഇത് എന്തിനാ ഇത് വെക്കണത്? അടിക്കുമ്പോ കൈ ഇത്രയും മതി, അല്ലെങ്കിൽ സ്ലീവ്ലെസ് ആയി. എന്തിന്? എന്താ അതിന്റെ ആവശ്യം? എന്താ തലേ തുണി ഇടൂല? എന്താ ഇടാത്ത? എന്റെ തല വേറൊരുത്തം കണ്ടോട്ടെ, വേറൊരുത്തം കാണിക്കാതിരിക്കാൻ വേണ്ടിയല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉസ്താദ് ഈ കാലത്തൊക്കെ ഇങ്ങനെ മൂടിപ്പുറച്ചൊക്കെ നടക്കാൻ പറ്റുമോ? തിരിയൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ്മെന്റ്. മോളെ ഫിറൗന്റെ കൊട്ടാരത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നടന്നത്. ആരാ ഫിറൗൻ? കരയിലിരുന്ന് വ്യഭിചരിച്ചിട്ട് കൊതിനീരാടെ കടലിൽ കിടന്ന് വ്യഭിചരിച്ച ആളാണ് ഫിറൗൻ. കരയിലിരുന്ന് വ്യഭിചരിച്ചിട്ട് കൊതിനീരാന്നിട്ട് കടലിൽ പോയി വ്യഭിചരിച്ച ആളാണ് ഫിറൗൻ. അതാ ഫിറൗൻ. കരയിൽ നിന്ന് വ്യഭിചരിച്ചിട്ട് ഫിറൗന് കൊതി തീർന്നില്ല. പൊന്നുമോനെ കടലിന്റെ മുകളിലെ കിടപ്പ് മറിയുണ്ടായി. പോപ്പ് ഗായിക മറഡോണയ്ക്ക് ബുർജ് ദുബൈയിൽ ഏറ്റവും വലിയ രമ്യഹർമ്മമുണ്ട്. അവളുടെ ബെഡ്റൂമിന്റെ ഗ്ലാസ് മാറ്റിയാൽ, കടലിന്റെ അടിത്തട്ടില് ബെഡ്റൂം പണിതിട്ട് ഗ്ലാസ് മാറ്റിയാൽ, ഗ്ലാസിന്റെ കട്ടൻ മാറ്റിയാൽ മറഡോണ എന്ന് പറയുന്ന പോപ്പ് ഗായിക കടലിന്റെ അടിയിലൂടെ നീന്തി തുടിക്കുന്ന ഡോൾഫിനെയും സ്രാവിനെയുമാണ് കാണുക. ഗ്ലാസ് ഇട്ട് മറച്ച ബെഡ്റൂമിലാണ് മറഡോണ കിടക്കുക. മഡോണ പോപ്പ് ഗായിക മഡോണ റളിയല്ലാഹു അൻഹ എന്ന് പറയല്ലേ, പോപ്പ് ഗായിക മഡോണ. എന്തേ മോനെ അവിടെ അസ്രായീൽ വരില്ലേ? ബർജ് ദുബൈയിലെ കടലിന്റെ അടിയിലെ ബെഡ്റൂമിലെ മഡോണയുടെ റൂഹ് പിടിക്കാൻ എന്തേ അസ്രായീൽ വരില്ലയോ? ഏറ്റവും വലിയ ഹോട്ടലുകൾ, ഞാൻ ഇന്നത്തെ കാര്യമാണ് നാളത്തെ കാര്യമാണ് പറയുന്നത്, കടലിന്റെ മുകളിലാണ് അല്ലേ? എല്ലായിടത്തും കോവളത്തോടെയൊക്കെ ഇതിന്റെ മുകളിൽ ഒരു രാത്രി ഹൗസിംഗ് ബോട്ടില്. എന്തിനാ മോനെ കടലിന്റെ മുകളിൽ ബോട്ട്, ഹൗസിംഗ് ബോട്ട് വന്നതിന് അഫ്ദൽ എന്താ അവിടെ മൊയ്തീൻ റാത്തി നടത്താന്? അവിടെ കളി വേറെയാ മോനെ, അവിടെ കാര്യം വേറെയാ മോനെ. ഇത് ലോകത്ത് ആദ്യമായിട്ട് പരീക്ഷിച്ചതാരാ? അതൊരു വിനോദസഞ്ചാരം എന്ന രീതിയിൽ മാന്യതയുള്ള യാത്രയ്ക്കാണെങ്കിൽ ഓക്കെ. ഞാനത് ഒരു ബിസിനസ്, അവന്റെ കുടുംബത്തിന്റെ വരുമാനം നിരാകരിക്കുന്നില്ല. അതൊരു ടൂറിസം, ഒരു രാജ്യത്തിന്റെ വരുമാനം, അവന്റെ കുടുംബത്തിന്റെ ഹലാലായ വരുമാനം. ടൂറിസം ഹറാമൊന്നുമല്ല. പക്ഷെ അത് ഉപയോഗിക്കുന്നത് വേറൊന്നിനാണെങ്കിൽ അത് ലോകത്താദ്യം തുടങ്ങിയത് ഫ്ലോട്ടിംഗ് ഹോട്ടൽ, ലോകത്താദ്യം തുടങ്ങിയത്. ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ, എന്താ നിങ്ങൾ കരുതണത്? ഫ്ലോട്ടിംഗ് ഹോട്ടൽ ലോകത്താദ്യമായിട്ട് തുടങ്ങിയത് ഫിറൗനാണ്.
എന്താ നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തത്? എന്താ നമ്മൾ കുടിക്കണ ഈ സാധനം ഉണ്ടല്ലോ സുലൈമാനി, ഇതിന് സുലൈമാനി എന്ന് പേര് വരാൻ കാരണം എന്താ? സുലൈമാൻ നബിയാണ് ഇത് കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് അറബികൾ ഇന്ന് സുലൈമാനി കഴിക്കും. അറബികൾ പാൽച്ചായ കുടിക്കുന്നുണ്ടോ? സുലൈമാനിന്ന് പേര് വരാൻ കാരണം ഇത് സുലൈമാൻ നബി ഇത് യുദ്ധത്തിന് പോയി ക്ഷീണിച്ചിരുന്നപ്പോ ഒരു ഇലയെടുത്ത് വെള്ളത്തിലിട്ട് കുടിച്ചു, ക്ഷീണം മാറി. അപ്പൊ ഇത് നല്ലതാണെന്ന് തോന്നി, പിന്നെ അത് പരിചയിച്ചു. ആ ഇലയായിരുന്നു തേയില. അതുകൊണ്ടാണ് സുലൈമാനി എന്നതിന് പേര് വന്നത്. അറബികൾ ഒറിജിനൽ സുലൈമാനിയാണ്. പാലൊഴിച്ചിട്ട് ചായ കുടിച്ചാൽ കഫക്കെട്ടുണ്ടാവും. അതുകൊണ്ട് അറബികൾ പാലൊഴിച്ചിട്ട് ചായ കുടിക്കാത്ത. മനസ്സിലായോ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകം ഭരിക്കുമ്പോ കേരളത്തിൽ നിന്ന് തേക്ക് കച്ചവടം നടത്തിയിട്ടുണ്ട്. എത്ര പേർക്കറിയാം? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കേരളത്തിൽ തേക്ക് കച്ചവടം നടത്തിയിട്ടുണ്ട്. സുലൈമാൻ നബി കേരളത്തിൽ നിന്ന് തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 2 തുറമുഖം സുലൈമാൻ നബിക്ക് ഉണ്ടായിരുന്നു. ഒന്ന് വാഫാർ. ആ വാഫാറാണ് ഇന്നത്തെ ബേപ്പൂർ. സുലൈമാൻ നബി തടിക്കച്ചവടം നടത്തിയ നാടാണ് കേരളം. എത്ര പേർക്കറിയാം? ഇങ്ങനെ വല വീശി എറിഞ്ഞാൽ മാത്രം പോരാ, ചരിത്രം പഠിക്കണ്ടേ? ഇതിനാണ് വാഫികൾ ഉണ്ടാവുന്നത്. ഇതിനാണ് വാഫി ചരിത്രത്തെ ലോകത്തിന് പറഞ്ഞു കൊടുക്കുക. ഇതാണ് വാഫി കോഴ്സ്. സയൻസും ഖുർആനും പഠിച്ച കോഴ്സ്. ഇപ്പൊ മനസ്സിലായോ? അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാളാണ് ഫിറഔൻ. ആ ഫിറഔനല്ലേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ യാത്ര പോയി തിരിച്ചു വരുമ്പോ ആദ്യമായി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയി തിരിച്ചു വരുമ്പോ ആ സമയത്ത് ആഖിറത്തിന്റെ കാഴ്ച പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഞാൻ പരലോകത്തിലൂടെ നടന്നു പോകുമ്പോ ആ സമയത്ത് സ്വർഗത്തിന്റെ മുമ്പിലല്ല, സ്വർഗത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ ആ സമയത്തിന്റെ മൂക്കിലേക്ക് വല്ലാത്തൊരു സുഗന്ധഗന്ധം അടിച്ചു വീശി. സ്വർഗത്തിലെത്തിയിട്ടില്ല, ആ സമയത്തിന്റെ മൂക്കിലേക്ക് വല്ലാത്തൊരു സുഗന്ധം അടിച്ചു വീശിയപ്പോ അടുത്ത് നിന്ന് ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, ജിബ്രീലേ, എവിടെ നിന്നായി സുഗന്ധം വരുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇതിന്റെ തൊട്ടപ്പുറത്താണ് മാഷിത്ത താമസിക്കുന്നത്. ആ മാഷിത്തയുടെ ശരീരത്തിന്റെ സുഗന്ധമാണ് നബിയെ. സ്വർഗത്തിലെത്തിയിട്ടില്ല, ഇതിന്റെ തൊട്ടപ്പുറത്താണ് മാഷിത്ത താമസിക്കുന്നത്. ആരാ പെങ്ങളെ മാഷിത്ത? ആരാ? ഇബ്നത്ത് ഫിർഔൻ. സാക്ഷാൽ ഫിറൗനിന്റെ മകളല്ലേ മാഷിത്ത? ഫറോവയുടെ മകളാണ് മാഷിത്ത. ആ മാഷിത്ത സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് നസീമുൽ ഫിർദൗസ് ആഞ്ഞടിച്ചു ബഹുമാനപ്പെട്ട ബീവി മാഷിത്ത ഒരു ദിവസം തല ചീവിക്കൊണ്ടിരിക്കുമ്പോ ചീർപ്പ് താഴെ വീണു. ഉടനെ പറഞ്ഞു ബിസ്മില്ലാ എന്ന് പറയുന്നത് കേട്ടിട്ടാണ് ഫിറഔൻ വരുന്നത്. മോളെ, നീ എന്താ പറഞ്ഞത്? മൂസാടെ അള്ളാടെ പേര് പറയുന്നു. പറയേ ബിസ്മി അബീകി, നിന്റെ വാപ്പാടെ നാമത്തിലെന്ന് പറ. ഞാനാണ് അല്ലാഹ്. ബിസ്മി അബീകി, നിന്റെ വാപ്പാടെ നാമം എന്ന് പറ. എല്ലാവരും എന്റെ റബ്ബിനെ അല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അവസാനം പിടിച്ചു കൊണ്ടുവന്ന് തിളച്ചു മറിയുന്ന ചെമ്പിലേക്ക് മാഷിത്ത റളിയല്ലാഹു അൻഹയുടെ 3 മക്കളെ വലിച്ചെറിഞ്ഞു കൊന്നില്ല ഫറോവ. താൻ നൊന്ത് പ്രസവിച്ച 3 കുഞ്ഞുങ്ങൾ തിളച്ചു മറിയുന്ന എണ്ണയിൽ കിടന്ന് മരിച്ചു വീഴുമ്പോ ആ സമയത്തും മാഷിത്ത എന്ന പെണ്ണ് പറഞ്ഞു, ഇല്ല ബിസ്മില്ലാ. അവസാനം ചോരമുറ്റാത്ത മാറാത്ത കുഞ്ഞ് നെഞ്ചത്തോട് കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോ ആ കുഞ്ഞിനെ വലിച്ച് എണ്ണയിലോട്ട് ഇറങ്ങുമ്പോ അപ്പോഴും പൊട്ടിക്കരഞ്ഞില്ല മാഷിത്ത. എടുത്ത് എണ്ണയിലോട്ട് വലിച്ചെറിയുമ്പോഴും അല്ലാഹുവിന് വേണ്ടി എല്ലാം സഹിച്ച് മരിക്കുന്ന നേരം ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ഫിറൗനിന്റെ കൊട്ടാരത്തിൽ ജീവിച്ചിട്ട് മരിച്ചുപോയ പെണ്ണാണ്. സ്വർഗത്തിലെത്തുന്നതിന് മുമ്പേ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിച്ചു ആ ബഹുമാനപ്പെട്ട ബീവി മാഷിത്ത റളിയല്ലാഹു അൻഹാ. പെങ്ങളെ, ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് സ്വർഗം വാങ്ങിക്കണം. അല്ലാഹു നമ്മുടെ സഹോദരിമാരെ അങ്ങനെ ആക്കി തരട്ടെ. എന്നാലേ നാളെ സ്വർഗത്തിന്റെ മുമ്പിലെത്താൻ പറ്റൂ. നമ്മളിങ്ങനെ സ്വർഗത്തിലേക്ക് പോകുന്നത് കാണുമ്പോഴേ മലക്കുകൾ പറയും, സലാമൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സലാമൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ.
മനുഷ്യരെ കാണുമ്പോൾ മലക്കുകൾ സലാം പറഞ്ഞ് മനുഷ്യരെ മലക്കുകൾ മുസാഫഹത്ത് ചെയ്യുന്ന സ്ഥലമാണ് മഹ്ശറ. പ്രോട്ടോകോൾ മാറി മലക്കുകൾ വന്ന് നമ്മളെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്യും. അള്ളാഹുനാക്കി തരട്ടെ. സ്വർഗത്തിന്റെ മുമ്പിൽ എത്തുമ്പോ മലക്കുകൾ വന്നിട്ട് കൈ പിടിച്ചിട്ട് സലാമുൻ അലൈക്കും തിബത്തും വദ്ഖുലുഹാ ഖാലിദീൻ, ആ സ്വർഗത്തിലോട്ട് പോക്കോ. ഇവിടെ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്താനാണ് മലക്കുകൾ, അല്ലേ? കൂടുന്നു പൊട്ടായിടം വരം രണ്ട്, ഓരോരോ സാഹത്തിൽ മാറ്റങ്ങളുണ്ട്. കൂടുന്നു പൊട്ട ഇടം വരം രണ്ട്, ഓരോരോ സാഹത്തിൽ മാറ്റങ്ങളുണ്ട്. എടപൊട്ട, നിന്റെ ഇടത്തും വലത്തും രണ്ടാളുകൾ ഇരിക്കുന്നുണ്ട് നിന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്താൻ. പക്ഷെ നാളെ നീ സ്വർഗത്തിൽ വന്നാൽ മലക്കുകൾ നിന്റെ പരിചാരകരാകുമെന്ന്. മലക്കുകൾ അള്ളാന്റെ റസൂല് പറഞ്ഞു നാളെ സ്വർഗലോകം രാജസദസ്സാണെന്ന് വിശുദ്ധ ഖുർആൻ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, രാജാവാകണമെങ്കിൽ പ്രജകൾ വേണ്ട നബിയെ, സ്വർഗത്തിലെ പ്രജകരാരാണ് നബിയെ? ഓരോ മനുഷ്യനും 1000 മലക്കുകൾ സേവകരായി സ്വർഗത്തിലുണ്ടാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്കത് കാണാൻ തൗഫീഖ് നൽകട്ടെ. നാളെ സ്വർഗത്തിലെ രാജാക്കന്മാര് നമ്മളാ. ഒരു മനുഷ്യന് 1000 മലക്കുകൾ ഏറ്റവും കുറഞ്ഞുണ്ടാവും. അള്ളാഹുനാക്കി തരട്ടെ, അള്ളാഹുനാക്കി തരട്ടെ. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ആ പെണ്ണിനെ കൂടെ കണ്ടിട്ട് പോവാം, വേണ്ടേ? പക്ഷേ ഫിർഔന്റെ കൊട്ടാരത്തിലെ പോലെ മാസത്തെ പോലെ ജീവിക്കണം. ആ പെണ്ണിനെ സ്വർഗത്തിലെ പെണ്ണുങ്ങളെ അള്ളാഹു കാണാൻ തൗഫീഖ് നൽകി. സ്വർഗത്തിലെ ഏത് പെണ്ണിനെ കാണും? ഇതിനെ കാണുമോ? അവിടുത്തെ ഹൂലിങ്ങൾ കാണും. ഏതിനെ കാണും? നിങ്ങൾക്ക് ഇതിനെ കാണണോ? സ്വർഗത്തിലെ ഹൂലിങ്ങൾ കാണും. കേട്ടാ, ഹൂലികളെ കണ്ടാൽ മതി. നിങ്ങളെ വേണ്ട. എന്തിനീ പഹയന്മാർക്ക് വേണ്ടി സ്വർണ്ണം ഇങ്ങനെ വെച്ചത്? നിങ്ങളെ വേണ്ട. പക്ഷേ സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു നാളെ സ്വർഗത്തിലെ ഹൂറുലിങ്ങളെക്കാൾ 70,000 ഇരട്ടി സൗന്ദര്യം അന്ന് ഈ ദുനിയാവിലെ പെണ്ണിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹൂറുലിങ്ങളായ പെണ്ണുങ്ങളെക്കാൾ 70,000 ഇരട്ടി സൗന്ദര്യം ദുനിയാവിലെ പെണ്ണിനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പാര കാണണം? ഊല്യങ്ങളായ പെണ്ണിനേക്കാൾ 70,000 ഇരട്ടി സൗന്ദര്യമെന്ന് സാധാരണ പെണ്ണിനാണ്. നല്ല സന്തോഷത്തോടെ ജീവിച്ചു മരിച്ചു പോയ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അതേ ഭാര്യയും ഭർത്താവും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും. അപ്പൊ ഊല്യങ്ങളെക്കാൾ 70,000 ഇരട്ടി സൗന്ദര്യം ഉണ്ടായിരിക്കും. ആർക്ക്? നമ്മുടെ സുബൈദാക്ക്, നമ്മുടെ വിയാത്തുമില്ല. അള്ളാഹു അങ്ങനത്തെ ഭാര്യ ഭർത്താക്കന്മാരാക്കി തരട്ടെ. ഭൂമിയിൽ നന്നായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. ഇത് ജീവിതത്തിന്റെ തുടക്കം, മരണശേഷമാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവല്ലോ. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. സ്വർഗത്തിൽ പോയാൽ കിളക്കണ്ട, അധ്വാനിക്കണ്ട, വേർക്കുക പോലും ചെയ്യണ്ട. നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നിന്റെ കൺമുമ്പിലെത്തും. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുകും. ആ സ്വർഗത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറപ്പെടും. എന്താഗ്രഹിച്ചാലും നടക്കുന്ന സ്വർഗത്തിൽ പോലും ഭാര്യയും ഭർത്താവും യതനാസഊന ഫീഹാ, ആ സ്വർഗത്തിൽ നിന്ന് വഴക്ക് കൂടുമെന്ന് വിശുദ്ധ ഖുർആൻ. ഇതാണ് ആണും പെണ്ണും, ഭാര്യയും ഭർത്താവും. എല്ലാം കിട്ടുന്ന സ്വർഗത്തിലാണെങ്കിലും യതനാസഊന ഫീഹാ, അതിനകത്തിരുന്നിട്ട് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങും. അതിനകത്തിരുന്ന് പിണങ്ങും. ഞാൻ എന്റെ വിഷയം പറയാനുള്ള സമയം എനിക്കില്ല, പെട്ടെന്ന് ഞാൻ പറയുക. അതുകൊണ്ട് ഈ ദുനിയാവിലെ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ മാറ്റിവെച്ച് ഇണക്കത്തോടെ ജീവിക്കുക. അള്ളാഹുനാക്കി തരാം.